Admissions open from pre-KG to grade 8 at KVM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24/7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on-site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, Green Campus, creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM Public School. KVM College Road, Kokodamangalam PO, Cherthala. ആലപ്പുഴ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. EMS സർക്കാരിനെ താഴെയിറക്കിയതിന്റെ അവശിഷ്ടങ്ങൾ ആലപ്പുഴയിലെ കായലുകളിൽ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തൽ പറഞ്ഞു. തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുന്ന പോലീസുകാരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് സമീപത്ത് എത്തും മുമ്പ് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. പ്രവർത്തകർ അക്രമാസക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് മർദ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏത്? DYFI. ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ എറിഞ്ഞ് തകർത്തിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുടെ മുഖത്തേക്ക് കരിയോയിൽ തേച്ച് എറിഞ്ഞിട്ടുള്ള ഒഴിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. നിങ്ങൾ ചെയ്തിട്ടുള്ള സമരാഭാസങ്ങളുടെ കഥകൾ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി, അധ്വാനിക്കുന്ന നിലവിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള ശ്രമത്തിനെതിരായിട്ട് അതിശക്തമായി കേരളത്തിൽ ഇപ്പൊ നാളെ നിയമസഭ തുടങ്ങുകയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം വളരെ ഫലപ്രദമായി പ്രതിഷേധ സൂചകമായി കേരള നിയമസഭയിൽ ഉന്നയിക്കും. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അതിശക്തമായ പോരാട്ടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നിങ്ങൾ വാങ്ങിച്ചടിക്ക്. നിങ്ങൾ ജയിലിൽ നീറി കഴിഞ്ഞ ദിവസങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ക് പറയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായി. EMS സർക്കാരിനെ താഴെയിറക്കിയ ഓർമ്മ ആലപ്പുഴയിലെ കായലുകളിൽ അവശേഷിക്കുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ ലാത്തിയും എടുത്തുകൊണ്ട് പിണറായിയുടെയും P ശശിയുടെയും ഉത്തരവുമായിട്ട് വാങ്ങി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനും സന്ദീപിനും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കോടതി വ്യവഹാരത്തിലൂടെ ലഭിച്ച ദിവസമാണ്. ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ MP പ്രവീണിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി മേഘയും അതിക്രൂരമായി തലയ്ക്ക് മർദ്ദിച്ച് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിൽ പ്രവീണിനെയും മേഘയും മർദ്ദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ DYSPയും CIയും SIയും പിന്നെ കുറേ സിവിൽ പോലീസ് ഓഫീസർമാരും പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് എങ്കിൽ ആ ലിസ്റ്റ് ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു കാലത്ത് അത് ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സമരത്തെ ഏത് വ്യാപ്തി വരെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് പോലീസല്ല. പിണറായി വിജയന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഈ ആലപ്പുഴയിലെ തല്ലിൽ നിന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.
പേര് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതുവരെ ഈ സമരം സംസ്ഥാന കമ്മിറ്റി തുടരുക തന്നെ ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി, അരിത ബാബു, അനു താജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വിൻ മീഡിയ, ആലപ്പുഴ.